നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ സജീവമായി. അക്ഷരമുറ്റങ്ങളിൽ ചിത്രശലഭങ്ങൾ നിറഞ്ഞു. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതാ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങളാണ് വിദ്യാലയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ മതനിരപേക്ഷതയ്ക്ക് കേരളത്തിലെ വിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി. വെള്ളക്കെട്ട് മൂലം കുട്ടനാട് താലൂക്കിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നില്ല. കുട്ടനാട്ടിലും പുറക്കാടും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ആദ്യ ദിവസം തന്നെ സ്കൂളുകളിൽ എത്താൻ കഴിയാതിരുന്നതിൻ്റെ വിഷമത്തിലാണ് കുട്ടികൾ. ഏറ്റവും മികച്ച പഠന പരിസരവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ സമൂഹത്തിനും വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ശിവൻകുട്ടി. ആലപ്പുഴ RTO ഓഫീസ് അംഗീകാരത്തിൻ്റെ നിറവിൽ RTO പരിധിയിലെ 5 ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ. വാർത്തകൾ വിശദമായി. 2 മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. അക്ഷരമുറ്റങ്ങൾ സജീവമായി. ചിത്രശലഭങ്ങൾ നിറഞ്ഞ ആഹ്ലാദകരമായ അന്തരീക്ഷം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രണ്ട് മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ സജീവമായി. സംസ്ഥാനത്താകെ 2.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത്. പുത്തനുടുപ്പും പുതിയ ബാഗും കുടയും ഒക്കെയായി എത്തിയ കുരുന്നുകളെ വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് സ്വീകരിച്ചത്. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പ്രവേശനോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയുടെ കവിതയാണ് പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തിരുന്നത്. കൊട്ടാരക്കര താമരക്കുടി SVV HSSലെ വിദ്യാർത്ഥിനിയായ ഭദ്ര ഹരി എഴുതിയ ഗാനമാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തത്. സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. ഭദ്ര ഹരിക്ക് മുഖ്യമന്ത്രി പ്രത്യേക ഉപഹാരം ചടങ്ങിൽ കൈമാറി. അൽഫോൺസ് ജോസഫിനെ ആദരിച്ചു. നവാഗതരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചു. ഇവർക്ക് മുഖ്യമന്ത്രി സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം മന്ത്രി സജി ചെറിയാന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, മറ്റ് MLAമാരായ H. സലാം, ദലീമ ജോജോ, MS. അരുൺകുമാർ, അഡ്വക്കേറ്റ് U. പ്രതിഭ, മുൻ MP അഡ്വക്കേറ്റ് AM. മാരിഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG. രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS. ശിവപ്രസാദ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD. മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MB. പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP. സംഗീത, TV. അജിത് കുമാർ, മണ്ണഞ്ചേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MS. സന്തോഷ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകമ്മ വാസുദേവ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES. ശ്രീലത, DPC സമഗ്ര ശിക്ഷ കേരളം MS. വിനോദ്, PTA പ്രസിഡന്റ് BV. മോഹൻദാസ്, പ്രിൻസിപ്പൽ N. മഞ്ജു, പ്രഥമാധ്യാപിക M. സൈനബ, വൈസ് പ്രിൻസിപ്പൽ മേരി ആഗ്നസ്, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. മതനിരപേക്ഷത മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങളാണ് വിദ്യാലയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നൽകുന്ന സംഭാവന വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. ലോകത്തിൻ്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. അറിവാർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിൻ്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചുവടുവെക്കുന്നത്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങാമോ? അതുപോരാ എന്നതാണ് വസ്തുത. കുട്ടികളിൽ മതനിരപേക്ഷ ചിന്ത നല്ലതുപോലെ ശക്തിപ്പെടുത്തണം.
മതേതര വീക്ഷണം കുഞ്ഞുനാൾ മുതൽ കുട്ടികളിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത വലുതാണ്. അറിവ് നേടലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങരുത്. വിമർശനാത്മക ബുദ്ധിയോടെ വേണം എന്തിനേയും സമീപിക്കാൻ. കുട്ടികളുടെ ചിന്താശേഷിയെ മാറ്റാനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിലൂടെ ശ്രമിക്കുന്നത്. അറിവ് പ്രധാനമാണ്, എന്നാൽ തിരിച്ചറിവും ഇതോടൊപ്പം ഉണ്ടാവണം. അറിവ് ഉണ്ടാവുകയും തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റം ദോഷകരമായ ഒന്നായി മാറും. അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ സാമർഥ്യം ഉള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയണം. അക്കാദമിക് മികവ് വളർത്താൻ ഭരണപരമായ നടപടികൾ ഉണ്ടാകും. സ്കൂൾ സംവിധാനങ്ങളെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ജൂൺ 15-നകം എല്ലാ സ്കൂളുകളിലും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം പഠനത്തിൻ്റെ ലക്ഷ്യം. അതിന് അറിവ് മാത്രം മതിയാവില്ല, വിവേകം വളരെ പ്രധാനമാണ്. അതോടൊപ്പം വിവേചന ബുദ്ധി നല്ലതുപോലെ സൃഷ്ടിക്കാനാവണം. സഹജീവി സ്നേഹം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കേണ്ടത് വിമർശനാത്മക ബുദ്ധിയോടെയായിരിക്കണം. ഇതെല്ലാം ഓരോരുത്തരിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയെ ആ തരത്തിൽ വളർത്താനാകണം. മാനവികതയുടെ പ്രകാശം നല്ലതുപോലെ ലഭിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സ്നേഹം, അങ്ങനെ സ്നേഹത്തിൻ്റേതായ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ചും മതനിരപേക്ഷ ചിന്ത നല്ലതുപോലെ ശക്തിപ്പെടുത്താനാവണം. ജനാധിപത്യ ബോധം നല്ല നിലയിൽ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അപ്പോൾ വിദ്യാഭ്യാസം അതിനെല്ലാം കൂടി വേണ്ടിയുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി അധ്യക്ഷനായി. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂളുകൾ അലങ്കരിച്ചും വാദ്യമേളങ്ങളോടെയുമാണ് നവാഗതരെ സ്കൂളുകളിലേക്ക് ആനയിച്ചത്. ചേർത്തല നഗരസഭയുടെ നഗരസഭാതല പ്രവേശനോത്സവം കരുവായിൽ ഭാഗം ഗവൺമെൻറ് LP സ്കൂളിൽ നടന്നു. നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കുഞ്ഞിൻ്റെ ബാലപാഠം എന്ന് പറയുന്നത് നമ്മുടെ അംഗനവാടി മുതൽ നമ്മൾക്ക് തുടങ്ങുകയാണ്. അംഗനവാടിയിലെ ടീച്ചേഴ്സ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേ രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഇവിടെ നമ്മുടെ നഴ്സറി സ്കൂളുകളിലടക്കം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ടീച്ചേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പരാതികളും പരിഭവങ്ങളും എല്ലാം തന്നെ പല സമയങ്ങളിലും ചില സന്ദർഭങ്ങളിലും ഉണ്ടാകും. എങ്കിൽ തന്നെയും ഒരുപാട് ശ്രദ്ധയോടുകൂടി, നിങ്ങൾക്കറിയാം, ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം മുഴുവനും നമ്മുടെ ഈ സ്കൂളിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്, അല്ലേ? അപ്പോൾ ആ വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് നല്ല ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള വിദ്യകളോടൊപ്പം തന്നെ കളിയും ചിരിയും എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും മുഖ്യധാരയിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. വൈസ് ചെയർമാൻ അജയകുമാർ സമ്മാനദാന കർമ്മം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി, കൗൺസിലർമാരായ മധു, സീനാമോൾ ദിനകരൻ, ജി മധു, ബാബു മുളഞ്ചിറ, സാജു, പ്രഥമാധ്യാപിക ശൈലജ KD എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു. PTA പ്രസിഡന്റ് N ദീപു സ്വാഗതവും ടീച്ചർ ഇൻചാർജായ നിഷ S കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. 2003 തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും എല്ലാ വർഷവും ഫുൾ A+ മേടിക്കാനും അതേപോലെ തന്നെ എല്ലാ വർഷവും നമുക്ക് മികവിൻ്റെ ഇതിൽ നിൽക്കുവാനും നമ്മുടെ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് അധ്യാപകരോടൊപ്പം PTA ഒപ്പം നിങ്ങൾ ഓരോ മാതാപിതാക്കന്മാരും അതിൽ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളെ സ്കൂളിൽ വിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കൂളുകൾ തിരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ മാത്രം ആ കുട്ടി ഫുൾ A+ മേടിക്കണമെന്നും എല്ലാ ക്ലാസ്സുകളിലും മുന്നോട്ട് പോകണമെന്നും നമ്മൾ ശഠിക്കരുത്. നമ്മൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. പേരൻസിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവരോരോരുത്തരും ചെയ്തു തീർത്ത് തന്നെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലുണ്ട്. PTA പ്രസിഡന്റ് PT സതീശൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ AIG, SMC ചെയർമാൻ മുരുകൻ M, പ്രിൻസിപ്പൽ NK ഹരികുമാർ,
സീനിയർ അസിസ്റ്റന്റുമാരായ അനിക്കുട്ടൻ വി, സുനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് ബിന്ദു എസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജൂബീഷ് നന്ദിയും പറഞ്ഞു. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ആൻഡോ ചേരാംതുരുത്തി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജാക്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ലിസ കുര്യൻ, വാർഡ് കൗൺസിലർ മിത്ര വിന്ദാഭായ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് മിനിയം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീഹരി വി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചേർത്തല ഗവൺമെന്റ് ടൗൺ LPS സ്കൂളിലെ പ്രവേശനോത്സവം കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണം മീഡിയ അംഗവുമായ ജോർജ് പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഏലിക്കുട്ടി ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം രഞ്ജിത്ത്, PTA വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, അധ്യാപകൻ NS ശ്രീകുമാർ, മാതൃസംഗമം പ്രസിഡന്റ് ലിജിയ കസുദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് ദിനൂപ് വേണു അധ്യക്ഷത വഹിച്ചു. നാടൻ പാട്ട് കലാകാരൻ സൗന്ദര്യരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജി രേണുപ്രിയ നന്ദി രേഖപ്പെടുത്തി. 1-ാം ക്ലാസ്സിൽ 101 കുട്ടികളും മറ്റ് ക്ലാസ്സുകളിൽ 5 കുട്ടികളും പ്രവേശനം നേടി. തൈക്കാട്ടുശ്ശേരി മണിയാത്രക്കൽ MDUP സ്കൂളിലെ പ്രവേശനോത്സവം പ്രശസ്ത ബാലസാഹിത്യകാരൻ TV ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ മുകുന്ദൻ, പ്രധാന അധ്യാപിക J ചിത്ര, PTA പ്രസിഡന്റ് P രാജേഷ്, MPTA പ്രസിഡന്റ് മുത്ത തുടങ്ങിയവർ സംസാരിച്ചു. മികവ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഇതോടൊപ്പം അനുമോദിച്ചു. വില്യാകുളം ഗവൺമെന്റ് UP സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ G പണിക്കർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുദീപ് P ദാസ് അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് TR, PTA കമ്മിറ്റി അംഗങ്ങളായ സനീഷ്, മനോജ് K, പ്രധാനാധ്യാപകൻ സന്തോഷ്, അധ്യാപകരായ മിനി വാസുദേവൻ, ദീപ്തി സത്യൻ, സ്മിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. അരൂർ തുറവൂർ മേഖലയിലെ വിദ്യാലയങ്ങളിലെല്ലാം വർണ്ണാഭമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. നൂറുകണക്കിന് കുരുന്നുകളാണ് അക്ഷരമുറ്റങ്ങളിലേക്ക് പ്രവേശിച്ചത്. പ്രസാദ് കൃഷ്ണൻകുട്ടിയുടെ റിപ്പോർട്ട്. ചേർത്തല താലൂക്കിലെ വടക്കൻ മേഖലകളിലെ സ്കൂളുകളിലെ പ്രവേശന ഉത്സവ പരിപാടികൾ മികച്ച നിലവാരം പുലർത്തി. സ്കൂൾ ബാഗുകളും കുടകളും വിവിധ ഇനം തൊപ്പികളുമണിഞ്ഞ കുഞ്ഞുമക്കൾ അക്ഷരമുറ്റത്ത് പാറ് നടന്നു. പട്ടണക്കാട് കാവിൽ സെൻറ് മൈക്കിൾ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം രതി അജയ്കുമാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോജോ പാരിത്ര അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബീന തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേറിട്ട കാഴ്ചയായി. പറയക്കാട് GUPSൽ പ്രവേശനോത്സവം നടത്തി. തുറവൂർ ഉപജില്ല AEO P ഹെലൻ കുഞ്ഞുകുഞ്ഞ് സ്വാഗതം പറഞ്ഞ യോഗം പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഭംഗിയോടുകൂടെ തന്നെയാണ് ഈ പ്രാവശ്യം 2025 പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ നല്ല കൊടിയ മഴയത്തും വലിയ പ്രതീക്ഷകളോടെ കൂടെ തന്നെയാണ് ഓരോ വിദ്യാലയങ്ങളും അധ്യാപകരും കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. പഴയതുപോലെയല്ല, പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ കുട്ടികളും തന്നെ ആളുകളുടെ തന്നെ സമൂഹത്തിൻ്റെ തന്നെ സമീപനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുച്ചതോട് പഞ്ചായത്ത് പ്രസിഡന്റ് MG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഇവിടെ 40 കുരുന്നുകൾ 1-ാം ക്ലാസ്സിലേക്ക് പുതുതായി എത്തി. മറ്റു ക്ലാസ്സുകളിൽ 102 പേരും ചേർന്നു. വളമംഗലം വടക്ക് ചൂർണിമംഗലം LP സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. വാർഡംഗം പ്രസീത അജയൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജിത്ത് അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ മണിയപ്പൻ, വിജി പ്രകാശൻ, അശ്വതി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് പായസ വിതരണവും ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തിൻ്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ സ്കൂള് അതിൻ്റെ സാരഥി ശ്രീമതി ശ്രീജ ടീച്ചറും അതുപോലെ മറ്റ് അധ്യാപകരും ചേർന്ന് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. തിരുമലഭാഗം TD LP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. കുച്ചതോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. കുച്ചതോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന സാദിക അധ്യക്ഷത വഹിച്ചു. വത്സല, സിന്ധു, ബിജു, ദീപ, ഷെരീഫ്, SMC ചെയർമാൻ വിനയൻ, രജിത, ഷീജ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചാവടി നൂറൽ ഹുദ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ മാനേജർ നിസാർ കോതങ്ങാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ PR സ്മിത സ്വാഗതം പറഞ്ഞു. പ്രവേശനോത്സവം മിമിക്രി കലാകാരൻ അനിൽ മാടക്കൽ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് AEO താബിർ നൈന, ഹസീന തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തുറവൂർ വളമംഗലം ACS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. A മാരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സുരേഷ് അധ്യക്ഷത വഹിച്ചു.
തുറവൂർ ഗവൺമെൻറ് വെസ്റ്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ഇവിടെ 39 കുരുന്നുകൾ പുതുതായി പ്രവേശനം നൽകി. SMC ചെയർമാൻ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. പ്രഥമ അധ്യാപിക ശ്രീലത മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷരങ്ങളുടെ വിദ്യാലയമുറ്റത്തേക്ക് പുതിയ കുരുന്നുകൾ ഇന്ന് പിച്ചെത്തി. ചേർത്തലയുടെ വടക്കൻ മേഖലകളിലെ സ്കൂളുകളെല്ലാം വളരെ ആഘോഷത്തോടുകൂടിയാണ് ഇന്ന് പ്രവേശനോത്സവം കൊണ്ടാടിയത്. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി. ചരിത്രം തിരുത്തി ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മിക്സഡ് സ്കൂളായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ അധ്യയന വർഷം അഡ്മിഷൻ നേടിയ 11 പെൺകുട്ടികൾ ചരിത്രത്തിൽ ഇടം നേടി. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കൊല്ലം മുതൽ മിക്സഡ് ക്ലാസ് ആരംഭിച്ചു. ബോയ്സ് സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം നൽകാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യ അധ്യയന വർഷം 5ാം ക്ലാസ്സിൽ 7ഉം 7, 8 ക്ലാസ്സുകളിൽ 2 വീതം പെൺകുട്ടികളാണ് പ്രവേശനം നേടി ചരിത്രത്തിൻ്റെ ഭാഗമായത്. സ്കൂൾ പ്രവേശനോത്സവം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കും USS ലഭിച്ച കുട്ടികൾക്കും മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ കണ്ണൻ മരുത്തോർവട്ടം മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് SG രാജു അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക TS ജിഷ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ലേജു മോൾ, PTA അംഗം അനൂപ് വേണു, സീനിയർ ടീച്ചർ നിഷ അലക്സ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സ്റ്റാഫ് സെക്രട്ടറി റോസ് മേരി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. വെള്ളക്കെട്ട് മൂലം കുട്ടനാട് താലൂക്കിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നില്ല. കുട്ടനാട് താലൂക്കിലും പുറക്കാടും കളക്ടർ അവധി നൽകിയിരുന്നു. ആദ്യ ദിവസം തന്നെ സ്കൂളുകളിൽ എത്താൻ കഴിയാതിരുന്നതിൻ്റെ വിഷമത്തിലാണ് കുട്ടികളും അധ്യാപകരും. പ്രവേശനോത്സവ ദിനത്തിൽ കുട്ടനാട്ടിലെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. കുട്ടനാട്ടിലെ പകുതിയിലധികം സ്കൂളുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലെ സ്കൂളുകളിലാകട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നു. വള്ളങ്ങളെയും ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിനെയും ആശ്രയിക്കുന്ന കുട്ടികൾ കുട്ടനാട്ടിൽ ഏറെയുണ്ട്. വെള്ളമിറങ്ങിയാലും സ്കൂളുകൾ വൃത്തിയാക്കി പഠനം എന്നു തുടങ്ങുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കേരളം മൊത്തം സ്കൂൾ തുറക്കുന്നു. ഞങ്ങളുടെ കുട്ടനാട്ടിൽ മാത്രം സ്കൂൾ തുറക്കുന്നില്ല. സ്കൂൾ എപ്പോഴാണ് തുറക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ കൊതിയാകുന്നു. താലൂക്കിൽ എന്ന് അധ്യയനം തുടങ്ങണമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. വെള്ളം ഇറങ്ങി തുടങ്ങിയത് ആശ്വാസമായിട്ടുണ്ടെങ്കിലും ജലനിരപ്പും ക്യാമ്പിൻ്റെ പ്രവർത്തനവും വിലയിരുത്തിയാകും അവധിക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മുട്ടാർ പഞ്ചായത്തിലെ മിത്രക്കരി ഈസ്റ്റ് LPSലെ ഹെഡ് മിസ്സസാണ് ഞാൻ. കേരള സംസ്ഥാനം മുഴുവൻ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള അവസരമില്ല എന്നതൊരു ദൗർഭാഗ്യം തന്നെയാണ്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ പ്രവേശനോത്സവം നടത്താനിരിക്കുകയാണ്. PTA പൂർണ്ണ പിന്തുണ ഇതിന് നമുക്കുണ്ട്. ഞാനിപ്പോൾ ഇത് സ്കൂളിലേക്ക് വരുന്ന ഒരു വഴിയാണ്. ഇത്രയും വെള്ളമുണ്ട്. ഇതിലേറെ വെള്ളം കുട്ടികൾ വരുന്ന വഴികളിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ടൈം ന്യൂസ് ആലപ്പുഴ. ഏറ്റവും മികച്ച പഠന സൗകര്യവും പശ്ചാത്തല സൗകര്യവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ സമൂഹവും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും V ശിവൻകുട്ടി ആലപ്പുഴയിൽ പറഞ്ഞു. ആലപ്പുഴ തിരുവമ്പാടി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെയും പഠനോത്സവത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ശിവൻകുട്ടി. ഏറ്റവും മികച്ച പഠന പരിസരവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്നത് സർക്കാരിൻ്റെ ബാധ്യത മാത്രമല്ല സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. H സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ തിരുവമ്പാടി ഗവൺമെൻറ് UP സ്കൂളിലെ ബഹുനില കെട്ടിടവും ആലപ്പുഴ നഗരസഭ ബ്ലോക്ക് തല പ്രവേശനോത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മക്കളുടെ ഭാവി നിർമ്മിക്കുന്നതിനുള്ള അടിത്തറയാണ് ഓരോ സ്കൂളുകളും. പുതിയ കാലഘട്ടത്തിനും പാഠ്യരീതികൾക്കും അനുയോജ്യമായ ക്ലാസ് മുറികളും ശുചിത്വം ഉറപ്പാക്കുന്ന ക്യാമ്പസും വായനശാലയും ഡിജിറ്റൽ റൂമുകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് പുതിയ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവം നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ശക്തമായ ഉദാഹരണമാണ്. വിദ്യാഭ്യാസം അവകാശം മാത്രമല്ല, ഓരോ കുട്ടിയുടെയും ഭാവിയെ നിർവചിക്കുന്ന അടിസ്ഥാന ധനം കൂടിയാണ്. അതിനായി അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.
എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ചു. SSK സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ വർണ്ണക്കൂടാരം, പുറം കളിയിടത്തിൻ്റെയും ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനവും എച്ച് സലാം MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, MR പ്രേം, AS കവിത, കൗൺസിലർമാരായ C അരവിന്ദാക്ഷൻ, പ്രജിത കണ്ണൻ, മനീഷ, സജേഷ് ചക്കുപറമ്പൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A നിഹാൽ, ആലപ്പുഴ AEO MK ശോഭന, ആലപ്പുഴ BRC BPC സന്ദീപ് ഉണ്ണികൃഷ്ണൻ, SMC ചെയർമാൻ S ഉദയകുമാർ, സ്കൂൾ പ്രഥമാധ്യാപിക മിനി മുഹമ്മദ് അലി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ RTO ഓഫീസ് അംഗീകാരത്തിൻ്റെ നിറവിൽ. ആലപ്പുഴ RTOയുടെ പരിധിയിലുള്ള 5 ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ. ആലപ്പുഴ RTO ഓഫീസ് അംഗീകാരത്തിൻ്റെ നിറവിൽ. ആലപ്പുഴ RTOയുടെ കീഴിലുള്ള ഓഫീസുകളിലെ 5 ഉദ്യോഗസ്ഥർക്കാണ് കഴിഞ്ഞ ദിവസം വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡൽ ലഭിച്ചത്. AR രാജേഷ് ചേർത്തല, N പ്രസന്നകുമാർ മാവേലിക്കര, B സജിം ഷാ ആലപ്പുഴ, സജു P ചന്ദ്രൻ മാവേലിക്കര, B ലിജേഷ് ചെങ്ങന്നൂർ എന്നിവർക്കാണ് മെഡൽ ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി KB ഗണേഷ് കുമാർ മെഡൽ സമ്മാനിച്ചു. സംസ്ഥാനത്താകെ 14 പേർക്ക് മെഡൽ ലഭിച്ചപ്പോൾ അതിൽ 5ഉം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു. കൂടാതെ ജില്ലയിലെ 27 എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥരിൽ 15 പേരും വിവിധ വർഷങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയവരാണ്. ആലപ്പുഴ RTO AK ദിലുവാണ് മെഡൽ പട്ടികയിൽ ഒന്നാമൻ. വിശിഷ്ട സേവാ മെഡൽ നേടിയ ഉദ്യോഗസ്ഥരെ RTO അഭിനന്ദിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ ചേർത്തല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AR രാജേഷ് നാടിന് അഭിമാനമാകുന്നു. എറണാകുളം സ്വദേശിയായ AR രാജേഷ് കഴിഞ്ഞ 7 മാസമായി ചേർത്തലയിലാണ് പ്രവർത്തിക്കുന്നത്. 2006 സർവീസിൽ കയറിയ AR രാജേഷ് നീണ്ട 19 വർഷത്തിനിടെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 2 കൈയും ഇല്ലാതെ ജനിച്ച ജിലുമോൾ എന്ന പെൺകുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയായിരുന്നു ജിലുമോൾക്ക് ലൈസൻസ് നൽകിയത്. സാങ്കേതികമായ നിയമതടസ്സങ്ങൾ നിയമപ്രകാരം തരണം ചെയ്താണ് ലൈസൻസ് നൽകിയത്. ഇതിനുശേഷം 100 കണക്കിന് അംഗപരിമിതിയുള്ളവർ കേരളത്തിൽ ലൈസൻസ് നേടി. ഇതിന് തുടക്കം കുറിച്ചത് AR രാജേഷാണ്. നിയമവിരുദ്ധമായി നിർമ്മിക്കപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കെതിരെ നടപടിയെടുത്തു. 20ഓളം സ്കൂട്ടറുകൾ പിടിച്ചെടുത്തു. സർക്കാരിന് കോടികൾ നഷ്ടമാകുന്നത് തടഞ്ഞു. നിയമവിരുദ്ധമായി അപകടകരമായി പ്രവർത്തിക്കുന്ന CNG സെൻ്ററുകൾ, ഹൈഡ്രോ ടെസ്റ്റിംഗ് ലാബുകൾ കണ്ടെത്തി അവയുടെ ലൈസൻസ് റദ്ദാക്കി. വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ സൈറ്റായ പരിവാഹനിൽ നുഴഞ്ഞു കയറി വരാത്ത വാഹനങ്ങൾക്കും അമിത മലിനീകരണം നടത്തുന്ന വാഹനങ്ങൾക്കും PUC സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സ്ഥാപനം ഉൾപ്പെടെ ധാരാളം PUC സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുത്തു. പ്രളയകാലത്തും കോവിഡ് കാലത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3ാം റാങ്കോടെ LLB നേടി. ഡിപ്പാർട്ട്മെൻറ്റിനും അഭിമാനമായി. നിയമബിരുദമുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ കുറവാണ്. എന്നാൽ 3ാം റാങ്ക് നേടിയത് രാജേഷ് മാത്രം. ഈ സേവനങ്ങളെല്ലാം പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. ഏറെ സന്തോഷമുണ്ടെന്ന് രാജേഷ് പറഞ്ഞു. മെറിറ്റോറിയസ് സർവീസിനുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ 2024 വർഷത്തേക്കുള്ള ട്രാൻസ്പോർട്ട് മെഡൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് വളരെയധികം സന്തോഷം. ആലപ്പുഴ ജില്ലയിലെ 5 ഉദ്യോഗസ്ഥർക്ക്, ഒരു MBയും 4 AMBമാരുൾപ്പെടെ 5 ഉദ്യോഗസ്ഥന്മാർക്കാണ് ആലപ്പുഴ ജില്ലയിൽ, അത് ചെങ്ങന്നൂർ, ആലപ്പുഴ, മാവേലിക്കര ഓഫീസുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് കേരളത്തിൽ മൊത്തം 14 ഉദ്യോഗസ്ഥർക്ക് 2023 വർഷത്തെയും 24 വർഷത്തെയും കൂടിയിട്ട് 14 ഉദ്യോഗസ്ഥർക്കാണ് മൊത്തത്തിൽ ട്രാൻസ്പോർട്ട് മെഡൽ ലഭിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സേവനം പൊതുജനങ്ങൾക്കായിട്ട് നൽകുവാൻ ഈ മെഡൽ പ്രചോദനം നൽകും. ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. ആലത്തൂർ, വടകര, വടക്കൻ പറവൂർ, മട്ടാഞ്ചേരി, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, എറണാകുളം എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാറയ്ക്കൽ അറയ്ക്കപ്പറമ്പിൽ പരേതനായ AP രാധാകൃഷ്ണ പ്രഭുവിൻ്റെയും PR ലീലയുടെയും മകൻ. ബാങ്ക് മാനേജറായ ഹേമലതയാണ് ഭാര്യ. ചെന്നൈ ആമസോണിലെ ആകാശ് R പ്രഭു, കോട്ടയം IIIT വിദ്യാർത്ഥി ആദിത്യ R പ്രഭു എന്നിവർ മക്കൾ. ടൈം ന്യൂസ് ചേർത്തല. നിഷേധങ്ങളും നീരസങ്ങളുമാണ് കവിതയുടെ നവീകരണത്തിന് വഴിയൊരുക്കുന്നതെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. ആർജിത സംസ്കാരത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുമ്പോഴാണ് കവിത മഹത്വരമാകുന്നതെന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അപ്പോൾ ഓരോ കവിക്കും ഒരു ആർജിത സംസ്കാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാജിയുടെ ആർജിത സംസ്കാരം എന്താണ്? ഷാജിയുടെ ആർജിത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിനകത്തെ ഈ ഓരോ കവിതകളും.
ഒറ്റ വരയിൽ നീങ്ങുന്ന ഒരു കവിയല്ല ഷാജി. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനുഷ്യാവബോധമാണ്. ആർജിത സംസ്കാരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട കവിതകളാണ് ഷാജി ജനാർദ്ദനൻ്റേതെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ നെടുമുടി ഹരികുമാർ അധ്യക്ഷനായി. ചിക്കു ശിവൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ എസ് അജയകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ആർ രാഹുൽ, എ ഓമനക്കുട്ടൻ, കെ ബി അജയകുമാർ, സതീഷ് ആലപ്പുഴ, അനിൽ വെള്ളൂർ, അഡ്വക്കേറ്റ് ജി മുരളീധരൻ നായർ, സി പി വിജയകുമാർ, പത്മകുമാർ മല്ലപ്പള്ളി, സീമ ഷിബു, ഡി ഷിബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജെ ഷിജിമോൻ, സില്ല എസ് മോഹൻദാസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംഘടിപ്പിച്ച ചടങ്ങിൽ പി യു ശാന്താറാം സ്വാഗതവും സുന്ദരം കുറുപ്പശ്ശേരി നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചേർത്തല ഉപജില്ലാ ഓഫീസിന് സ്വന്തമായി സ്ഥലവും കെട്ടിടം. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് രേഖകൾ ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് ലാഭകരമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ കേരള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന് സംസ്ഥാനത്താകെ 34 ജില്ലാ മേഖലാ ഓഫീസുകളും തിരുവനന്തപുരത്ത് പാറ്റൂരിൽ ഹെഡ് ഓഫീസും പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹെഡ് ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി കോർപ്പറേഷന് സ്വന്തമായി സ്ഥലം തിരുവനന്തപുരം പേട്ടയിൽ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അവിടെ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. ചേർത്തലയിൽ ഉപജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. ചേർത്തല പട്ടണത്തിലുള്ള കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള 9 സെൻറ്റ് സ്ഥലവും കെട്ടിടവും കോർപ്പറേഷൻ വിലയ്ക്ക് വാങ്ങി. ഇതിൻ്റെ വിലയാധാരവും മറ്റും ചേർത്തല സബ് രജിസ്ട്രാറിൽ നിന്നും കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഏറ്റുവാങ്ങി. ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടവും അതിരിപ്പോൾ സ്ഥലവും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വാങ്ങിച്ചു. സംസ്ഥാന തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് അത് തീറാധാരം രജിസ്റ്റർ ചെയ്ത് വില വെച്ച് തീറാധാരം രജിസ്റ്റർ ചെയ്ത് ഇന്ന് വാങ്ങിച്ചു. ആ തീറാധാരമാണ് ഇത്. അതിന് തീറാധാരം കൈപ്പറ്റുകയാണ്. മ്യൂട്ടേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവിടെ നിലവിലൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന് റിനോവേഷൻ വർക്ക് നടത്തിക്കൊണ്ട് അവിടെ തന്നെ ഓഫീസിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചേർത്തലയിലെ ബ്രാഞ്ച് ഓഫീസിൻ്റെ പ്രവർത്തനം സൗകര്യപ്രദമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവിടെ പാർക്കിംഗ് സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകമായി ഇനി വാടകയ്ക്കൊരു കെട്ടിടത്തിലോട്ട് പോകാതെ സ്വന്തമായുള്ള ഈ കെട്ടിടത്തിലോട്ട് തന്നെ ചേർത്തല ബ്രാഞ്ച് ഓഫീസിൻ്റെ പ്രവർത്തനം മാറാൻ കഴിയും. ഏതാനും മാസങ്ങൾക്കകം തന്നെ മാറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്യധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണിത്. കാരണം സ്വന്തമായി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന് സ്ഥലവും കെട്ടിടവും ഉണ്ടാകുകയാണ്. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും നിസ്തുലമായ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ BP അലോഷ്യസ്, ചേർത്തല ഉപജില്ലാ മാനേജർ PV സജിത എന്നിവരും പങ്കെടുത്തു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരായ B വിനോദ്, NR ബാബുരാജ്, PR ഹരിക്കുട്ടൻ, KP പ്രതാപൻ, PS പുഷ്പരാജ്, PT സതീശൻ, S സുഭാഷ്, D സൽജി, അനൂപ് ചാക്കോ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരൂർ സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരൂർ സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മെറിറ്റ് അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടത്തി. ആദരവ് 2025 എന്ന പേരിൽ നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. തുകയും അവാർഡൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പാർട്ടി നേതൃത്വം ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി നൽകുന്ന വലിയ സന്ദേശമാണ്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, പഠിച്ചോ, ധൈര്യമായിട്ട് പഠിച്ചോ, മുന്നോട്ട് പോക്കോ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും എന്ന് രക്ഷാകർത്താർക്കും കുട്ടികൾക്കും കൊടുക്കുന്ന അതാണ് ഈ ചടങ്ങിൻ്റെ ഒരു വലിയ സന്ദേശം. മണ്ഡലം പ്രസിഡന്റ് PA അൻസാർ അധ്യക്ഷനായി. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രാനന്ദൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PP സാബു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. KC വേണുഗോപാൽ MP മെറിറ്റ് അവാർഡുകൾ സമ്മാനിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഉഷ അഗസ്റ്റിൻ, അസീസ് പായിക്കാട, അഡ്വക്കേറ്റ് K ഉമേശൻ, തുറവൂർ ദേവരാജൻ, ദിലീപ് കണ്ണാടൻ, SM അൻസാരി, CK പുഷ്പൻ, മജീദ് വെളുത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. C ബെന്നി സ്വാഗതവും PP സാബു കൃതജ്ഞതയും രേഖപ്പെടുത്തി. സമ്മേളനാനന്തരം ശ്രീകുരുമ്പ കലാസമിതി അവതരിപ്പിച്ച കൈകുട്ടിക്കളിയും കലാപരിപാടികളും അരങ്ങേറി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ചെങ്ങണ്ട ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു.
KK കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ S. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ചെങ്ങണ്ട ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം 2025 ആദരവ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചേർത്തല ചെങ്ങണ്ട വേട്ടയ്ക്കുരുമകൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠനോത്സവം KK കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ S. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രദേശത്ത് ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ ദേശീയ ഒരു സംഘടനയുടെ നേതൃത്വമാണ് ഈ പരിപാടിയിൽ ഏറ്റെടുക്കുന്നത്. ഇന്ന് നമ്മൾ രാജ്യത്തിന് മാതൃകയായി ലോകത്തിന് മാതൃകയായി കേരളം മാറുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും വളരെ അവസരം ആഗ്രഹിക്കുന്ന വശമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു നന്മയുടെ പ്രവർത്തനമാണ്. എല്ലാവരെയും കൊണ്ട് പറ്റുന്ന ഒന്നല്ല ഇതൊരു കാര്യങ്ങൾ. കാരണം അതിലൊരു മനസ്സുണ്ടാവാം, നല്ലൊരു മനുഷ്യനാവാം. അങ്ങനെ ഒരു നല്ലൊരു മനസ്സും നല്ലൊരു മനുഷ്യനുമായി മാത്രമേ സഹജീവികളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സഹജീവികളെ സഹായിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാവും. ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല ഉന്നത വിജയികളെ ആദരിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് മെമ്പർ VK. മുകുന്ദൻ കിടപ്പ് രോഗികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ റിജിമോൾ പ്രസാദ് സ്പോർട്സ് കിറ്റുകളുടെ വിതരണാകർമ്മം നിർവഹിച്ചു. വാരനാട് 1248 നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK. പ്രസന്നൻ, MV. സുധാകരൻ, ഡോക്ടർ സത്യപ്രസാദ്, P. ജയേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. R. രമേശൻ കൃതജ്ഞതയും സെക്രട്ടറി MD. കുഞ്ഞുമോൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ചെങ്ങണ്ട പടിഞ്ഞാറ് SNDP ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SNDP ചേർത്തല മേഖല ചെയർമാൻ KP നടരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങണ്ട പടിഞ്ഞാറ് 649 നമ്പർ SNDP ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മേച്ചേരിൽ D. സനിൽകുമാറിന്റെ വസതിയിൽ നടന്ന പഠനോപകരണ വിതരണവും കുടുംബസംഗമവും SNDP യൂണിയൻ ചേർത്തല മേഖലാ ചെയർമാൻ KP നടരാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിക്കുവാൻ കഴിവുള്ള സംഘടന എന്താണെന്നറിയുന്ന ഒരു ഭരണസമിതി ചെങ്ങണ്ട 649 വന്നതായി ചേർത്തല യൂണിയൻ വിലയിരുത്തുന്നു. നന്നായിരിക്കുന്നു. വലിയ അഭിനന്ദനം. ദീർഘമായ വലിയൊരു അഭിനന്ദനം. നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഒരറിവ് വേണം, അറിയണം എന്നൊരറിവ് വേണം. ആ അറിവാണ് ഇവിടെ നിങ്ങൾക്ക് പകർന്നു നൽകിയത് ശ്രീ മനോജ് മാവുങ്കൽ. നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് വിജ്ഞാനത്തിൻ്റെ വിദ്യയുടെ ഒക്കെ ഒരു വലിയ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അറിവ് ശേഖരിക്കാൻ. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ശ്രീ നാരായണ ഗുരുദേവൻ്റെ വിശ്വമാനവികത ഇങ്ങനെ ലോകമെമ്പാടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി. ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? സന്യാസി എന്ന് പറയുന്ന ഒരാൾക്കുള്ള 3 ജോലിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മനനം, ചിന്ത, പിന്നെ പ്രകടനം. അപ്പോൾ മനനവും ചിന്തയും തപസ്സും, ഈ 3 ജോലിയാണ് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് KP നടരാജൻ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചേർത്തല യൂണിയൻ ഗുരുദേവ ദർശന പഠന വിഭാഗം കോർഡിനേറ്റർ മനോജ് മാവുങ്കൽ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. JP വിനോദ്, D. സനിൽകുമാർ, KD സുജിമോൻ, D. ബൈജു, A. അജയ്കുമാർ, A. അരുൺലാൽ, G. ലംബോദരൻ, S. ഷാജി, R. മനോഹരൻ, PK ഭാർഗവൻ, V. ദിമിത്രവ്, K. ലക്ഷ്മണൻ, K. സജീവ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബീന ഷാജി കൃതജ്ഞതയും സെക്രട്ടറി R. സതീശൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ സജീവമായി. അക്ഷരമുറ്റങ്ങളിൽ ചിത്രശലഭങ്ങൾ നിറഞ്ഞു. സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴ കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങളാണ് വിദ്യാലയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ മതനിരപേക്ഷതയ്ക്ക് കേരളത്തിലെ വിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും മുഖ്യമന്ത്രി. വെള്ളക്കെട്ട് മൂലം കുട്ടനാട് താലൂക്കിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നില്ല. കുട്ടനാട്ടിലും പുറക്കാടും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. ആദ്യ ദിവസം തന്നെ സ്കൂളുകളിൽ എത്താൻ കഴിയാതിരുന്നതിൻ്റെ വിഷമത്തിലാണ് കുട്ടികൾ. ഏറ്റവും മികച്ച പഠന പരിസരവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി.
ഇക്കാര്യത്തിൽ സമൂഹത്തിനും വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ശിവൻകുട്ടി. ആലപ്പുഴ RTO ഓഫീസ് അംഗീകാരത്തിൻ്റെ നിറവിൽ RTO പരിധിയിലെ 5 ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മെഡൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.